പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? കഴിഞ്ഞ ഈസ്റ്ററിന് അല്ലെങ്കിൽ കഴിഞ്ഞ ക്രിസ്മസിന് മിക്കവാറും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈസ്റ്ററിന്, ക്രിസ്മസിന്, അല്ലെങ്കിൽ എന്തെങ്കിലും തിരുനാൾ വരുമ്പോൾ, പ്രസിദ്ധേന്തിയാവുമ്പോൾ, ഇവൻ ബർത്ത്ഡേക്ക് മുൻപ് പോലും കുമ്പസാരിക്കുന്നില്ലല്ലോ. വിശുദ്ധനായ ഒരാളുടെ ഓർമ്മയാണെന്ന്. അതായത് ഈ വിശുദ്ധ കുമ്പസാരത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്ത ഒരു വിശുദ്ധൻ, കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താതിരുന്നതിൻ്റെ പേരിൽ സ്വന്തം ജീവൻ വിലയായി നൽകേണ്ടി വന്ന വിശുദ്ധ രക്തസാക്ഷിയായ വിശുദ്ധ ജോൺ നെബുംസിയാൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. പല പിള്ളേരുടെയും പ്രശ്നം അതാണ്. കുമ്പസാരത്തിനുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുമ്പോൾ ചോദ്യം ചോദിച്ചോളാൻ പറയുമ്പോൾ അവർ ചോദിക്കുന്ന വലിയൊരു ചോദ്യം ഇതാണ്: ഞങ്ങൾ എന്തിനാണ് ഞങ്ങളെപ്പോലെ തന്നെയുള്ള മറ്റൊരു മനുഷ്യനോട് ഇങ്ങനെ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയണേ? അത് അവിടെ സേഫാണെന്ന്, അത് വേറെ ആരും പറയില്ലെന്ന്, റിവീൽ ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് എന്താ ഉറപ്പ്? ചോദിക്കുന്നതിൽ കാര്യമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോലും വിശ്വാസമില്ലാത്ത, കൂടെ കിടക്കുന്നവരെ പോലും വിശ്വസിക്കാനായിട്ട് പറ്റാത്തൊരു കാലത്തിൽ ഈ മക്കൾ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഞങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനോട് ഞങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ, തെറ്റുകൾ വെളിപ്പെടുത്തുന്നത്? ആദ്യത്തെ ഒരു തെറ്റിദ്ധാരണ മാറ്റണം. അത് നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ അത് വിശ്വസിച്ചേ പറ്റുള്ളൂ. കുമ്പസാരക്കൂട്ടിലിരിക്കുന്നത് വെറുതെ വൈദികനല്ല, ഒരു മനുഷ്യനല്ല, നേരെ മറിച്ച് ക്രിസ്തുവാണ്. പരിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നേരത്ത് ആ തിരുവോസ്തി ഈശോയുടെ തിരുശരീരമാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കുമ്പസാരക്കൂട്ടിൽ നിങ്ങളുടെ പാപങ്ങൾ ചെന്ന് പതിയുന്നത് ക്രിസ്തുവിൻ്റെ കാതിലാണെന്ന് വിശ്വസിച്ചേ പറ്റുള്ളൂ. അത് ആ അടിസ്ഥാനമില്ലാതെ ഇനി പറയുന്നതൊന്നും അംഗീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല, നിങ്ങൾക്കില്ല. 14 വർഷമായി അച്ഛനായിട്ട്. ഈ 14 വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് മനുഷ്യർ, 10,000-കണക്കിന് മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യർ നമ്മുടെ അടുത്ത് വന്ന് കുമ്പസാരിച്ചിട്ടുണ്ടാവും. കാരണം അതുപോലുള്ള കുമ്പസാരങ്ങൾ അതുപോലുള്ള പള്ളികളിൽ ഇരുന്നിട്ടുണ്ട്. ഒരു ദിവസങ്ങളിൽ തന്നെ 100 കണക്കിന് മനുഷ്യർ കുമ്പസാരിപ്പിക്കേണ്ടിയിരുന്ന പള്ളികൾ. പക്ഷെ ഇതിലാരുടെയും മുഖം നമ്മുടെ ഓർമ്മയിലില്ലല്ലോ. ഇതിലാരുടെയും പാപങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയുന്നില്ലല്ലോ. അത് കർത്താവിൻ്റെ വലിയ കൃപയാണെന്ന് പറയുന്നത്. പൗരോഹിത്യത്തിന് നൽകുന്ന കർത്താവിൻ്റെ വലിയ കൃപ ഒരാളെയും, കാരണം ഇത് പതിയുന്ന കാത് ഈ ഒരു മനുഷ്യനായ പുരോഹിതൻ്റെതല്ല, അത് ക്രിസ്തുവിൻ്റെതാണ്. അതോടുകൂടെ അത് എന്നേക്കുമായി, അവൻ്റെ മനസ്സിൽ പോലും ഇല്ലാത്ത വിധത്തിൽ അത് എന്നേക്കുമായി ഇല്ലാതാകുന്നു, മാഞ്ഞു പോകുന്നു. മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ഒരു പാപം നിങ്ങൾ പറയുമ്പോൾ ഒരു പാപം മാഞ്ഞു പോകും. 2 പാപം പറഞ്ഞാൽ 2 പാപം മാഞ്ഞു പോകും. മുഴുവൻ പാപം പറഞ്ഞാലോ മുഴുവൻ പാപം മാഞ്ഞു പോകും. പകുതിയാണ് പറയണമെങ്കിലോ പകുതി മാഞ്ഞു പോകും. പകുതി മാഞ്ഞാൽ മതിയോ? പോരാ. അതുകൊണ്ടാണ് മുഴുവൻ കുമ്പസാരം നടത്തണം എന്ന് പറയണേ. അതുകൊണ്ടാണ് ആദ്യ കുമ്പസാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം തന്നെ എല്ലാ പാപങ്ങളും ക്രമമായിട്ട് ഓർക്കണമെന്ന് പറയണേ. ഈ ഓർത്തെടുത്ത പാപങ്ങളെല്ലാം ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊക്കെ മാഞ്ഞു പോകുന്നുണ്ട്. ചെന്ന് പതിയുന്നത് ക്രിസ്തുവിൻ്റെ കാതുകളിലാണ്. അപ്പോൾ അവർ പറഞ്ഞ പ്രയാസം, ഞങ്ങൾ എന്തിനാണ് ഞങ്ങളെപ്പോലെ തന്നെയുള്ള മറ്റൊരു മനുഷ്യൻ്റെ കാതിൽ ചെന്നത് പറയണത്? മനുഷ്യനോടല്ല, ക്രിസ്തുവിനോടാണിത് പറയണതെന്ന്, ദൈവത്തോടാണ് നിങ്ങളുടെ പാപങ്ങൾ പറയണതെന്ന് ഒന്ന് വിശ്വസിക്കണമെന്ന്. റോമൻസ് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു. അതിനകത്ത് 2 കള്ളന്മാർ അച്ഛന്മാരുടെ വേഷമിട്ട് കുമ്പസാരക്കൂട്ടിലിരുന്ന് കാണിക്കുന്ന വിക്രിയകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മൈൻഡ് ചെയ്യേണ്ട, കാരണം അവർ കള്ളന്മാരാണെന്ന് സംവിധായകൻ ആദ്യമേ പറയുന്നുണ്ട്. പക്ഷേ കുമ്പസാരക്കൂട്ടിന് പുറത്ത് നിൽക്കുന്നത് ആ നാട്ടിലെ വേശ്യയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അവള് അകത്ത് ദൈവമാണെന്നുള്ള ഒരു ഉറപ്പിലാണ് ഇത് തൻ്റെ പാപങ്ങളേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് പതിയുന്നത് ആ ദൈവത്തിൻ്റെ കരുണയുടെ കാതുകളിലേക്ക് തന്നെയാണ്. അവൾ എഴുന്നേറ്റ് പോകുമ്പോൾ ഇതേ സംവിധായകൻ അറിഞ്ഞോ അറിയാതെയോ കൊടുക്കുന്നൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ട്. ഒരു ഡിവൈൻ മ്യൂസിക്, ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വിടർന്ന് പ്രകാശിച്ചൊക്കെയാണ് ആള് തിരിച്ചു പോകുന്നത്. അതാ നടക്കണേ കുമ്പസാരക്കൂട്ടില്. ക്രിസ്തുവിലേക്ക് ഇത് ചെന്നെത്തുന്നത് കൊണ്ടാണ് നമ്മളുടെ പാപങ്ങളെല്ലാം മോചിപ്പിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് പ്രഭയോടുകൂടെ തിരിച്ചു നടക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഞങ്ങൾക്ക് നേരിട്ട് കർത്താവിനോട് പറഞ്ഞാൽ പോരെ? ഇവരുടെ ചോദ്യമാണത്. മാമോദീസയുടെ ജലം വീഴ്ത്താനായിട്ട് ഒരച്ഛൻ വേണം. ഈശോയെ നാവിൽ പകർന്നു തരാനായിട്ട് ഒരച്ഛൻ വേണം.
രോഗീലേപനത്തിന് നമ്മളെ സഹായിക്കാനായിട്ടൊരു അച്ഛൻ വേണം. തിരുപ്പട്ടത്തിന് തലയിൽ കൈവയ്ക്കാനായിട്ടൊരു വൈദികൻ വേണം. വിവാഹത്തിന് ഒരുപാട് ആളുകൾ ഓടി നടക്കുന്നുണ്ട്. പക്ഷേ 2 കരവും ചേർത്ത് മേടിച്ച് ഈശോയുടെ അൾത്താരയിൽ വെച്ച് ഒരുമിപ്പിക്കാനായിട്ടൊരു അച്ഛൻ വേണം. പക്ഷേ കുമ്പസാരത്തിന് മാത്രം ഞങ്ങൾക്ക് അച്ഛൻ വേണ്ട, ഞങ്ങൾ നേരിട്ട് പറഞ്ഞോളാം. അതെങ്ങനെ ശരിയാവണേ? ദാവീദിനെ കർത്താവിന് അറിയാവുന്നത്ര ഒന്നും കർത്താവിന് നാഥാനെ അറിയില്ല. അത്രയും സ്നേഹമൊന്നുമല്ല, അത്രയും അടുപ്പമൊന്നും ഉണ്ടായിട്ടില്ല. കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നൊക്കെയാണ്. ഇങ്ങനെ ഹൃദയത്തിൽ ഏറ്റവും സ്നേഹത്തോടു കൂടെ ദാവീദിനെ കാത്തു സൂക്ഷിച്ചു എന്നൊക്കെയാണ് പറയണേ. നാഥനെ കുറിച്ച് അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ ദാവീദ് പാപം ചെയ്യുമ്പോൾ കർത്താവിനോട് നേരിട്ടല്ലല്ലോ ഏറ്റുപറയണേ, പ്രവാചകനായ നാഥാനോട് ഏറ്റുപറഞ്ഞ് കർത്താവ് പാപം പൊറുക്കുന്ന കാഴ്ച നമ്മൾ കാണും. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നമ്മുടെ പാപങ്ങൾ ദൈവത്തിലേക്ക് എത്തിക്കാനും അവൻ്റെ പൊറുതി മനുഷ്യരിലേക്ക് എത്തിക്കാനുമായി കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന പുരോഹിതരുടെ മുന്നിൽ ഈ പാപങ്ങൾ ഏറ്റുപറയുന്നതിന് ഒരു മടിയും വിചാരിക്കണ്ട. അവസാനത്തെ വലിയ പ്രയാസം ഇതാണ്, ഇത് സേഫാണോ, ഇത് റിവീൽ ചെയ്യൂ? അതിനുള്ള ഉത്തരവാണ് ഇന്നത്തെ വിശുദ്ധ ജോൺ നെബുംസിയാൻ. വെഞ്ചിസ്ലാവൂസ് രാജാവാണ് തൻ്റെ ഭാര്യ എന്താണ് എപ്പോഴും ഇങ്ങനെ കുമ്പസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംശയ പൂർത്തീകരണം നടത്താനായിട്ട് നെബുംസിയാനെ സമീപിക്കുക, വൈദികനായിട്ടുള്ള വിശുദ്ധനെ സമീപിക്കുക. അദ്ദേഹം അത് പറയാൻ പറ്റില്ല. അല്ല, എപ്പോഴും കുമ്പസാരിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും തെറ്റുണ്ടായിട്ടായിരിക്കുമല്ലോ, കള്ളത്തരം കാണിച്ചിട്ടായിരിക്കുമല്ലോ. അദ്ദേഹം പറയുന്നത് അത് പറയാൻ പാടില്ല എന്നുള്ളത്. ജീവൻ പോയാലും പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവൻ ഞാൻ എടുക്കും. ഭീഷണിയാണ് ഉടനെ. എൻ്റെ ഭാര്യ എന്താണ് കുമ്പസാരിക്കുന്നതെന്ന് അറിയാനുള്ള അവകാശം ഭർത്താവായ എനിക്കുണ്ടല്ലോ. ജീവൻ പോയാലും പറയില്ല എന്ന് സാധ്യമാണെങ്കിൽ നിങ്ങളുടെ ജീവൻ ഞാൻ എടുക്കുമെന്നുള്ള ഭീഷണിയുടെ മുൻപിൽ പോലും ഇങ്ങനെ ഉത്തമ ബോധ്യമുള്ള ദൈവത്തിൻ്റെ കാതുകളായി താൻ മാറുന്നുവെന്ന് ഉറപ്പുള്ള ഒരു വൈദികൻ ഇങ്ങനെ നിശ്ചയത്തോടു കൂടെ നിൽക്കുന്ന കാഴ്ച കാണും. അപ്പോൾ അടവ് മാറ്റി ചുവട്ടുന്നുണ്ട് വെഞ്ചസ്ലാവൂസ് രാജാവ്. എത്ര വലിയ പണം വേണമെങ്കിലും തരാം, എത്ര വലിയ പദവി വേണമെങ്കിലും തരാം. രാജ്ഞിയുടെ നാവിൽ നിന്ന് വരുന്ന പാപങ്ങൾ എന്താണെന്ന് ഒരൊറ്റ പ്രാവശ്യം റിവീൽ ചെയ്താൽ മതി. എൻ്റെ രാജാവേ, ഇത് ഇങ്ങനെ അനുനയം കൊണ്ടോ ഭീഷണി കൊണ്ടോ വെളിവാക്കപ്പെടുന്ന രഹസ്യമല്ല. ഇത് എന്നോടുകൂടെ മണ്ണടിയപ്പെടേണ്ട രഹസ്യമാണ്. അത് പറയുമ്പോൾ അയാളുടെ നാവുകളിൽ തീ കത്തുന്ന വിധത്തിൽ ബോധ്യമുണ്ടായിരുന്നേ. ആ നാവിനെ, ആ ജീവിതത്തെ ഇനി എന്നേക്കുമായി അവസാനിപ്പിക്കാനായി ക്രൂരനായിട്ടുള്ളൊരു രാജാവ്. അത്രയ്ക്ക് ക്രൂരനായിരുന്നില്ല അയാൾ, പക്ഷേ ഇങ്ങനെ വല്ലാത്തൊരു ദേഷ്യത്തിൽ, രാജ്ഞിയോടുള്ള സംശയത്തിൽ അയാൾ കുരുതി കൊടുക്കുന്നത് ഒരു വൈദികൻ്റെ, അതും കുമ്പസാര രഹസ്യം ജീവൻ പോയാലും കാത്തു സൂക്ഷിക്കാനായി പരിശ്രമിച്ചൊരു വൈദികൻ്റെ ജീവനായിരുന്നു. കയ്യും കാലും കെട്ടിയിട്ട് പുഴയിലെറിഞ്ഞ് കൊന്നുകളയാ ചെയ്തേ. ഒന്നും ചെയ്യാതെ നിസ്സഹായനായി വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി ഈ വൈദികൻ മരിക്കുന്ന നേരത്ത് പോലും അയാളുടെ നാവിൽ നിന്ന് രാജ്ഞി പറഞ്ഞത് എന്താണെന്ന് പുറത്തേക്ക് വരുന്നില്ലല്ലോ. ധൈര്യമായിട്ട് കുമ്പസാരിക്കും. ഇത് ഏറ്റവും വലിയ കൂദാശിയാണ്, ശക്തി നൽകുന്ന കൂദാശിയാണ്. പരിശുദ്ധ കുർബാന നമ്മെ സ്വീകരിക്കാനായി എൻ്റെ ഹൃദയമൊരുക്കുന്ന കൂദാശയാണ്, ശക്തിപ്പെടുത്തുന്ന കൂദാശ, എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന കൂദാശ. ഒരു സംശയവും വേണ്ട, ഒരച്ഛൻ്റെയും നാവിൽ നിന്ന് നിങ്ങളുടെ പാപങ്ങൾ പുറത്തേക്ക് പോകില്ലെന്നേ. കാരണം അത് ഉത്തരീപ്പ് കടവളാണ്. അത് ഭയങ്കര ഞങ്ങൾ നരകത്തിൽ കൊണ്ടുപോകുന്ന പാപമാണ് ഈ ഒരു പാപം റിവീൽ ചെയ്യുക എന്നുള്ളത്. ഒരാളെ മനസ്സിലാകത്തക്ക വിധത്തിൽ അയാളുടെ പാപങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു സൂചനയെങ്കിലും കൊടുത്താൽ നരകമാണ് ശിക്ഷയെന്ന് നന്നായിട്ടറിയാവുന്ന അച്ഛന്മാർ ഇത് പുറത്തു പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പറയില്ല എന്നുറപ്പിനായി ഈ വിശുദ്ധ ജോൺ നെബുംസിയാൻ എത്ര വലിയ സമ്മാനങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞിട്ടും ജീവൻ നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും ആ കുമ്പസാര രഹസ്യം തന്നോടുകൂടെ ഒടുങ്ങിക്കോട്ടെ എന്ന് നിശ്ചയിച്ചുറപ്പിച്ച ധീരനായിട്ടുള്ളൊരു മഹാവിശുദ്ധൻ്റെ തിരുനാൾ. ആ കുമ്പസാരക്കൂട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് മാത്രം ഈ വിശുദ്ധൻ്റെ തിരുനാളിൽ ഓർത്തേക്കുക. എത്ര വലിയ പാപമാണെങ്കിലും, എത്ര ആവർത്തിക്കുന്ന പാപമാണെങ്കിലും, എത്ര പഴയ പാപമാണെങ്കിലും അവിടെ ആ പാപത്തിന് പൊറുതിയുണ്ട്. മാഞ്ഞു പോകുന്ന പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം ബലപ്പെടുത്തുമെന്നും എത്രമാത്രം വിശുദ്ധീകരിക്കുമെന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്രയോ പേര് ഓടി വരുമായിരുന്നു. ഈ സംശയമൊക്കെ മാറ്റിവെച്ചേക്കും. ഒരിക്കലും ഒരു വൈദികൻ്റെ നാവിൽ നിന്ന് നിങ്ങൾ കുമ്പസാരിച്ചതിൻ്റെ ഒരു അംശം പോലും പുറത്തേക്ക് പോകില്ലെന്ന് ഇത് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ഒരു വിശുദ്ധൻ്റെ തിരുനാളിൽ
ആ കുമ്പസാരക്കൂട്ടിലേക്ക് തിരിച്ചു പോകാനായി, കൂടെ കുമ്പസാരിക്കാനായി, മാസത്തിലൊരിക്കലെങ്കിലും 2 ആഴ്ചയിലൊരിക്കലെങ്കിലും ഒക്കെ ഈ കുമ്പസാരം എന്ന കൂദാശ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ബലപ്പെടാനായി സ്വർഗം നമ്മളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, എൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാനായി ആ കരുണയുടെ മരക്കൂടിനുള്ളിൽ കാത്തിരിക്കുന്ന അങ്ങിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള വലിയ തീരുമാനം എടുത്തുകൊണ്ടായിരിക്കട്ടെ ഈ രാത്രി ഞങ്ങളുടെ ഉറക്കം. ഒരിക്കലും നിന്നിലേക്ക് കടന്നു വരാനായി ഒന്നും ഞങ്ങളെ തിരികെ വലിച്ചു പിടിക്കാതിരിക്കട്ടെ. ഏറ്റവും തീഷ്ണതയോടുകൂടെ ഏതു നേരവും ആ കുമ്പസാരക്കൂടിൻ്റെ കരുണയിലേക്ക് ഓടി വരാൻ ഈശോയെ എല്ലാവരുടെയും ഹൃദയങ്ങളെ ഒരുക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്കുറക്കത്തിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.